ഇത്രയും ഒരു ഫോള്, ഈ വന്നിരിക്കുന്ന ഫോളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം നമ്മളൊരു ഹൈ റിസ്ക് മാർക്കറ്റിലാണ് നിൽക്കുന്നത്, നമ്മൾ ഇത്രയും ഹൈ റിസ്ക് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സിറ്റുവേഷനാണ് നിൽക്കുന്നതെന്നുള്ളത് നമുക്ക് അവിടെ വെച്ച് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അടുത്ത നെക്സ്റ്റ് ഇതിലോട്ട് പോവാം. പിന്നെ മാർക്കറ്റ് ഈ ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു ഹൈ ബ്രേക്ക് ചെയ്യുന്ന നോക്കുക. മുൻപത്തെ ഹൈ ബ്രേക്ക് ചെയ്യുന്ന ക്യാൻഡിൽ ഇതാണ് കണ്ടോ. അവസാനം ക്രിയേറ്റ് ചെയ്ത ഹൈ ബ്രേക്ക് ചെയ്യുന്ന എപ്പോഴാണ്? ഈ ക്യാൻഡിലാണ് കണ്ടോ. അവസാനം ക്രിയേറ്റ് ചെയ്ത ഹൈ ബ്രേക്ക് ചെയ്യുന്നത് ഒക്ടോബർ 2022 ക്യാൻഡിലാണ്. ഒന്നുകൂടെ സൂം ചെയ്ത് മനസ്സിലാവാത്തവർക്ക് ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഈ ലാസ്റ്റ് ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ട്, ഈ ഹൈ കണ്ടോ, ഈ ഹൈയുടെ നേരെ നോക്കിക്കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്യുന്ന ക്യാൻഡിൽ ഇതാണ്. പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രീവിയസ് ഹൈ റേഷ്യോ ബ്രേക്ക് ചെയ്യുന്ന, പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്യുന്നത് ഒക്ടോബർ 2022 അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെയും നോക്കിയേ, ഒക്ടോബർ 2022 ഒക്ടോബർ നവംബർ കാലഘട്ടം കണ്ടോ, മാർക്കറ്റ് ഇവിടെ നിൽക്കുകയാണ്, ഈ ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ്. അതിനുശേഷം ഒരു 4 മാസത്തോളം മാർക്കറ്റിൽ എന്ത് വന്നിട്ടുണ്ട്? ഫോള് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കണ്ടോ. അപ്പോൾ ഈ ഒരു 4 മാസത്തോളം മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട്, ഒരു മാസം പോലും അവിടെ ഗ്രീൻ പോലും ഇല്ലയെന്ന് ഓർക്കുക. കാണുമ്പോൾ 4 ക്യാൻഡിലെല്ലാം ഒന്ന് നോക്കും, പക്ഷേ 4 മാസം മാർക്കറ്റ് നെഗറ്റീവ് റിട്ടേൺസ് ആയിരുന്നു ആ ഒരു ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം. അപ്പോൾ ഇതേപോലെ ഇപ്പം എന്തുമാത്രം കാര്യങ്ങൾ നമ്മൾ നോക്കിയെന്നുണ്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് മാർക്കറ്റിൻ്റെ പല സിറ്റുവേഷൻസ് മാർക്കറ്റിൽ ഇങ്ങനെയുള്ള, ഇപ്പോൾ ഞാനിത് ഒരുപാട് എക്സാമ്പിൾ എടുത്ത് പറഞ്ഞു, ഇഷ്ടംപോലെ എക്സാമ്പിൾ എടുത്ത് പറഞ്ഞതാണ്. നമുക്കിത് ലാസ്റ്റത്തെ മാർക്കറ്റ് ഇപ്പോൾ ലാസ്റ്റ് ഇവിടെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സ്റ്റേജിൽ കണ്ടോ, റെഡിൽ പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഈ ഒരു റെഡിൽ നമ്മളെ ഏറ്റവും ലാസ്റ്റത്തെ മാർക്കറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ROCയും കൂടെ നോക്കുക കേട്ടോ. ROCയും കൂടെ എടുത്ത് നോക്കുക. ഞാൻ ഇപ്പോഴത്തെ ലാസ്റ്റത്തെ ഗോൾഡിൻ്റെ ഒരു സിറ്റുവേഷൻ കാണിച്ചതാണ്. ആ റേഷ്യോ ഇവിടെ ഈ ഒരു സ്റ്റേജിൽ കണ്ടോ. അവിടെ നിന്ന് പിന്നെ ഫോളായി മാർക്കറ്റ് ഇപ്പോൾ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്രീൻ സോണിലോട്ട് എത്തിയിട്ടില്ല കേട്ടോ. ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ സോണിൽ എത്തിയിട്ടില്ല. മാർക്കറ്റ് ഇങ്ങനെ ഒരു ലോ വാല്യുവേഷനിലോട്ട് അല്ലെങ്കിൽ ഒരു അണ്ടർ വാല്യുവേഷനിലോട്ട് മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് നോക്കുക. റേറ്റ് ഓഫ് ചേഞ്ചും ഇതേ സമയത്ത് എടുത്ത് നോക്കുക. മാർക്കറ്റ് ഇനിയും കുറച്ചുകൂടെ മൂവ്മെൻറ്റ് വരാം. പ്രീവിയസ് ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇതാണ് പ്രീവിയസ് ലോയിൽ എത്തിയിട്ടില്ല. പ്രീവിയസ് ലോയുടെ അടുത്തെത്തി മാർക്കറ്റ് നിൽക്കുകയാണ് ഒരു ഗ്രീൻ സോണിനും പ്രീവിയസ് ലോയുടെ അടുത്ത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് മാർക്കറ്റിനെ മനസ്സിലാക്കാൻ എന്തുമാത്രം ടൂൾസ് ഉണ്ട് എന്നുള്ളത്, മാർക്കറ്റിൻ്റെ വാല്യുവേഷൻസ് നോക്കാൻ എന്തുമാത്രം ടൂൾസ് ഉണ്ട് എന്നുള്ളത് ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ വളരെ നല്ലതായിട്ട് മാർക്കറ്റിനെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഇത്രയും വർഷത്തെ നമുക്കത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മാർക്കറ്റിൻ്റെ ഡൗൺ സൈഡ് ഈ ഒരു ഗ്രീൻ ലൈനിൽ എത്തുമ്പോൾ ഉള്ള അല്ലെങ്കിൽ ഈ ഒരു ഗ്രീൻ സോണിൽ എത്തുമ്പോൾ ഉള്ള സിറ്റുവേഷൻസ് നമുക്കെടുത്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഇത് ഇപ്പം ഞാൻ ഇത്രയും റെഡ് സോണിൻ്റെ എക്സാമ്പിൾ ഞാൻ ഇത്രയും പറഞ്ഞു വന്നു. അപ്പോൾ ഇനി ഗ്രീനിൻ്റെ അത് നമുക്ക് സ്വന്തമായിട്ട് നോക്കാവുന്നുള്ളൂ. ഗ്രീൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഗ്രീനിൽ ഈ ഒരു സോണിലോട്ട് എത്തിക്കഴിഞ്ഞാൽ, ഈ ഒരു ഗ്രീൻ സോണിലോട്ട് എത്തുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റിൽ കുറച്ച് വാല്യുവേഷൻ ഡൗൺ ആയിട്ടുണ്ട്. മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഫേവറബിൾ ഒരു സിറ്റുവേഷൻ ആണ് ഇവിടെ എത്തുമ്പോൾ, റേഷ്യോ ഇവിടെ എത്തുന്ന സമയത്ത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് എന്നത് വേണം മനസ്സിലാക്കാൻ കേട്ടോ. അപ്പോൾ ഇതിനി ഓരോന്നും എടുത്ത് ഞാനിനി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ജസ്റ്റ് പെട്ടെന്നൊന്ന് ഓടിച്ച് നോക്കിക്കഴിഞ്ഞാൽ 2003 കണ്ടോ, മെയ് 2003 മാർക്കറ്റ് ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയ് 2003 ഞാൻ നമ്മുടെ നിഫ്റ്റി മെയ് 2003 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഏപ്രിൽ മെയ് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ, ഇവിടെ നിൽക്കുകയാണ്. ഞാനൊന്നുകൂടെ ഒന്ന് സൂം ചെയ്യാം. കണ്ടോ, മെയ് 2003 കണ്ടോ, മെയ് 2003 ഇവിടെ നിൽക്കുകയാണ് നമ്മുടെ മാർക്കറ്റ്. അപ്പോൾ അവിടെ നിന്നാണ് റിസ്ക്. മാർക്കറ്റ് വേണം ഇവിടെ കൺസോളിഡേറ്റ് ചെയ്യാം കേട്ടോ. ഇവിടെ ഇങ്ങനെ കുറച്ചുകൂടെ ഇപ്പം ഇവിടെ ഈ കറക്റ്റ് അവിടെ വന്നിട്ട് മാർക്കറ്റ് അപ്പ് പോയിട്ടുണ്ട്. പക്ഷേ ചില സിറ്റുവേഷനിൽ മാർക്കറ്റ് ഇവിടെ കൺസോളിഡേറ്റ് ചെയ്യാം കുറച്ച് കൂടെ നിന്നിട്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റിൽ റിസ്ക് എടുക്കുന്നെങ്കിൽ റിസ്ക് എടുക്കാൻ പറ്റിയ ഒരു അവസരമാണ് തരുന്നത് എന്നതാണ്. അത്രയേ ഉള്ളൂ. അല്ലാതെ ഉടനെ മാർക്കറ്റ് ഇവിടെ നിന്ന് സഡനായിട്ട് മാർക്കറ്റ് അപ്സൈഡ് പോകുക അങ്ങനെയൊന്നുമല്ല. കുറച്ച് റിസ്ക് എടുക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷനാണ് മാർക്കറ്റ് നിൽക്കുന്നത് എന്നാണ്. അപ്പോൾ ഇതിനോടൊപ്പം ROCയും കൂടെ ചേർത്ത് നോക്കാം. ROCയുടെ കാര്യം കൂടെ ചേർത്ത് വേണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ മാർക്കറ്റിനെ കുറിച്ച് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത് 2003 നമ്മൾ കണ്ടതാണ്. പിന്നെ ഏത് ടൈമാണ്? പിന്നെ ആ ഒരു പ്രീവിയസ് ലോയിലോട്ട് മാർക്കറ്റ് എത്തുന്ന എപ്പോഴാണെന്ന് നോക്കി. 2009 മാർച്ചിൽ കണ്ടോ, ഈ ഒരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്യുന്ന എപ്പോഴാണെന്ന് നോക്കി. ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്യുന്ന എപ്പോഴാണെന്ന് നോക്കി. ഈ ടൈമിൽ കണ്ടോ, ഒരു 2009 ജാൻ ഫെബ്രുവരി ആ ഒരു ടൈമിൽ, ഈ ഒരു ടൈമിൽ കണ്ടോ
2009 ഒരു ഫസ്റ്റ് തുടക്കത്തിൽ 2009 തുടക്കത്തിൽ ആ സമയത്ത് നമ്മുടെ മാർക്കറ്റ് എവിടെ നിൽക്കുകയാണെന്ന് നോക്കി. 2009 തുടക്കത്തിൽ കണ്ടോ, ജാനുവരി ഇതാ താഴെ കാണാം, കണ്ടോ 2009 ജാൻ അതിൻ്റെ തുടക്കത്തിൽ കണ്ടോ മാർക്കറ്റ് ഇവിടെ നീയാണ് നിൽക്കുന്നത്. അതിനുശേഷം മാർക്കറ്റിൽ എന്താ നടന്നതെന്നുള്ളത് നോക്കി, കണ്ടോ മാർക്കറ്റ് പോയേക്കുന്ന ആ ഷൂട്ടപ്പ് ചെയ്തേക്കുന്ന ഒരു പോക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കണ്ടോ, അപ്പോൾ ഒരു വലിയ ഇത് മന്ത്ലി ക്യാൻഡിലാട്ടോ, മന്ത്ലി ക്യാൻഡിൽ ഓർക്കുക. അപ്പോൾ ഇനിയും നമുക്കെടുത്ത് നോക്കാം. ദേ ഇവിടെ മാർക്കറ്റ് ആ ഒരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ താഴേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. 2020 ആ ഒരു ക്രാഷിൻ്റെ സമയത്ത് നമുക്ക് കാണാൻ പറ്റും. ഇതിന് മുൻപ് ഏതോ ഞാൻ വിട്ടുപോയെന്ന് തോന്നുന്നു. 2012 ഉണ്ട് കണ്ടോ, മാർച്ച് 2012 നമ്മൾ പറഞ്ഞില്ലല്ലോ. 2012 അന്ന് ഗ്രീനിലെത്തി മാർക്കറ്റ്, അന്ന് ഗ്രീൻ സോണിലെത്തി കണ്ടോ. 2012 മാർക്കറ്റ് ഗ്രീൻ സോണിൽ എത്തിയായിട്ട് കാണാം. 2011 ആ കാലഘട്ടത്തിൽ കണ്ടോ, 2011 ആ ഒരു സമയത്ത് ഗ്രീൻ സോണിൽ എത്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റും. 2011 കണ്ടോ, 2011 ആ ടൈമാണ് നമ്മൾ കാണുന്നത്. ഇത് കൃത്യമായിട്ട് കാണാൻ വേണ്ടി ഡേറ്റ് നോക്കുക, സെപ്റ്റംബർ 2011. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് ഒക്ടോബർ സെപ്റ്റംബർ ഇവിടെ നിൽക്കുകയാണ് മാർക്കറ്റ് കണ്ടോ, ഈ ഒരു സ്റ്റേജിൽ ഇവിടെ നിൽക്കുകയാണ്. അതിനുശേഷം മാർക്കറ്റ് എന്താ നടന്നതെന്ന് കണ്ടോ മാർക്കറ്റ് ആ ഒരു റിസ്ക് എടുത്ത്. അപ്പോൾ ഇവിടെ ഓർക്കുക, ഇവിടെ മാർക്കറ്റ് കണ്ടോ, ഇവിടെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് നിന്ന് പിന്നെ മാർക്കറ്റിൽ വലിയ ഫോൾ അതിനുശേഷം വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കാം. മാർക്കറ്റ് ആൾറെഡി ഡൗൺ സൈഡ് ആണ് എന്നാണ് റേഷ്യോ കാണിച്ചിരുന്നത്. ഈ സമയത്ത് റേറ്റ് ഓഫ് ചേഞ്ച് നോക്കാം, മാർക്കറ്റ് പിന്നെ ആ ഒരു വലിയ ഫോൾ ഉണ്ടായില്ല. മാർക്കറ്റ് അവിടെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കൺസോളിഡേറ്റ് ചെയ്ത് മാർക്കറ്റ്, അതായത് അതുകൊണ്ടാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് മാർക്കറ്റിൽ നല്ല പിക്കുകൾ നോക്കാൻ പറ്റിയ ടൈമാണിത്. ഓക്കെ, നല്ല സ്റ്റോക്കുകൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കൊക്കെ നോക്കാൻ പറ്റിയ ടൈമുകളാണ് അതെന്ന് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് അതിനുശേഷം മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്ന ഒരു നല്ലൊരു മൂവ്മെൻറ്റ് കണ്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇനി അടുത്തത് പിന്നെ മാർക്കറ്റ് ഇതല്ലേ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത്. പിന്നെ മാർക്കറ്റ് ഒരു ഗ്രീനിലേക്ക് എത്തിയത് എപ്പോഴാണെന്ന് നോക്കി. മാർക്കറ്റിൽ മാർച്ച് 2020 മാർക്കറ്റ് ഇവിടെ കറക്റ്റ് കാണാം എന്ന് തോന്നുന്നു കണ്ടോ, ടൈം ഇവിടെ കാണാം. മെയ്, മാർച്ച്, ഏപ്രിൽ, മെയ് കണ്ടോ, ഈ ഒരു ടൈമിൽ കണ്ടോ ഈ ഒരു ഗ്രീൻ ലൈനിൽ ഇവിടെ വന്ന് മാർക്കറ്റ് നിൽക്കുന്നത് കാണാൻ പറ്റും. ജൂൺ 2020. അപ്പോൾ ആ സമയത്ത് ജൂൺ 2020, ഏപ്രിൽ, മെയ്, ജൂൺ. ഓക്കെ കണ്ടോ ഇവിടെ നിൽക്കുകയാണ് മാർക്കറ്റ്, ഈ ഒരു സ്റ്റേജിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിനുശേഷം മാർക്കറ്റിൽ എന്താ നടന്നതെന്ന് പിന്നെയും നോക്കി കണ്ടോ, മാർക്കറ്റിൽ എന്താ നടന്നതെന്നുള്ളത് നോക്കി. അപ്പോൾ ഒരുപാട് എക്സാമ്പിൾ നമ്മളിപ്പോൾ നോക്കി. ഇപ്പം ലാസ്റ്റ് 2000 തൊട്ടുള്ള കാര്യമാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ് കുറച്ച് ടയേർഡായിപ്പോയി ഒരുപാട് സംസാരിച്ചതുകൊണ്ട്. അപ്പോൾ ഇത്രയും ഡേറ്റ നമ്മളിപ്പോൾ നോക്കിയിട്ടുണ്ട്, ഇത്രയധികം ഡേറ്റ നോക്കിയത്. അപ്പോൾ ഇനിയും നോക്കാം കേട്ടോ, ഇതിൽ 2020 വരെ ഞാനിപ്പോൾ ഫോളിൻ്റെ കാര്യം 2025 വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡേറ്റ എടുത്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, മാർക്കറ്റിനെ കൂടുതൽ മനസ്സിലാക്കാനും മാർക്കറ്റിനെ നന്നായിട്ട് പഠിക്കാനും ഒക്കെ ഇൻവെസ്റ്റേഴ്സിന് ഇത് മനസ്സിലാക്കാം. ട്രേഡിങ്ങിനല്ല, ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു അറിവാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും നേരം ഇത് പറഞ്ഞ് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ, മുന്നോട്ട് പോകുന്ന സമയത്ത് മാർക്കറ്റിൽ എല്ലാവർക്കും അത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം നല്ല രീതിയിൽ നോക്കുക. ഇത് മാത്രമായിട്ട് ഈ ഒരു റേഷ്യോ മാത്രമായിട്ട് യൂസ് ചെയ്യാതെ നമ്മൾ നേരത്തെ പഠിച്ച റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള, അതായത് മാർക്കറ്റ് ഏണിങ്സ് വെച്ചിട്ട് മാർക്കറ്റിന് നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന, മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടൂള് നമ്മൾ പഠിച്ചല്ലോ. ഇത് 4ാമത്തെ അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ആ ഒരു സീരീസിൽ വരുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു ടൂളും കൂടെ എടുത്ത് നോക്കുക കേട്ടോ, ആ ഒരു ടൂളും കൂടെ നോക്കുക. ഇതും കൂടെ വെച്ചിട്ട് ഇത് ഒറ്റയ്ക്ക് നോക്കാതെ അതും ആ ഒരു റേറ്റ് ഓഫ് ചേഞ്ചും ഈ ഒരു ഗോൾഡിൻ്റെ റേഷ്യോയും കൂടെ എടുത്തിട്ട് ഒരുമിച്ച് റീഡ് ചെയ്യാം, ഒരുമിച്ച് നോക്കാം. അപ്പോൾ മനസ്സിലാവും ഇത് എത്ര നന്നായിട്ടാണ് മാർക്കറ്റിൽ വർക്കായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അത്യാവശ്യം നല്ല ടയേർഡായി, അത് ഒരുപാട് സംസാരിച്ചുകൊണ്ട്. അപ്പോൾ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഇതിൻ്റെ ഇനി കൂടുതൽ ഫണ്ടമെൻ്റലായിട്ട് ഞാൻ പോകുന്നില്ല. ഇത്രയും ഡേറ്റ നമുക്ക് അത്യാവശ്യം ഇത് ഉപയോഗിക്കാനുള്ള ഡേറ്റ, ഇതെങ്ങനെയാണ് എടുക്കുന്നത്, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞതാണ്. താങ്ക് യു എല്ലാവർക്കും. ഇത്രയേ ഉള്ളൂ.